ഹലോ, ഇന്ന് തേങ്ങ വറുത്ത് പൊടിച്ചെടുക്കുന്ന അടിപൊളിയൊരു ചമ്മന്തിയാണേ. ഒത്തിരി കാലം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതിന് നമ്മൾ എടുക്കുന്നത് ഒരേ വലിപ്പത്തിൽ ചെറുകിയെടുത്ത തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു പിടി ചുവന്നുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ. ഇതെല്ലാം തേങ്ങയുടെ കൂടെ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണേ. നല്ലോണം മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ആ തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. തേങ്ങയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ച് ക്ഷമ വേണ്ടുന്ന പരിപാടിയാണ് കേട്ടോ. ഈ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കരിഞ്ഞു പോവാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമയം ഇല്ലാതെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഈ തേങ്ങയിൽ കിടന്നത് വാടി വരുമ്പോൾ നല്ലൊരു മണം വരുവേ. നമ്മുടെ തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ കളറൊന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കരിഞ്ഞു പോവാതെ നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണേ. കുറച്ച് മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മളിതിൽ കുരുമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് കളറിന് വേണ്ടി മാത്രമാണ് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ പുളി നമുക്ക് ചമ്മന്തി പൊടിക്കുന്ന സമയത്ത് അതിലോട്ടിട്ട് പൊടിച്ചെടുത്താലും മതിയേ. ഞാനിവിടെ ഇതിനെ ഈ തേങ്ങയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടിക്കുള്ള മിക്സൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ ഒരു എയർടൈറ്റ് പാത്രത്തിലിട്ട് ഒരുപാട് നാൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനെടുത്ത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളമയം ഒന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുത്ത ഒരു മിക്സിയുടെ ജാറിൽ ഈ മിക്സ് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല വൃത്തിയുള്ള ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.